ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഫണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവുമകമേ ഭവിപ്പതിനു നാരായണായ നമഃ. നാരായണായ നമഃ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 56-ാം ശ്ലോകം. അദ്വൈതമാണ് വസ്തുസ്ഥിതിയെങ്കിൽ വിഷ്ണുവിനും ശിവനും മറ്റും രൂപം കൽപ്പന ചെയ്തിരിക്കുന്നതെന്തിനാണ്? ഈ ചോദ്യത്തിനുത്തരമാണ് അടുത്ത പദ്യം. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഫണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവുമകമേ ഭജിപ്പതിന് നാരായണായ നമഃ. ഇഹ ഇവിടെ കരത്തിൽ കയ്യിൽ രവികോടി തുല്യമൊരു ചക്രം, കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്ന സുദർശന ചക്രം, ഇരിപ്പാൻ കിടപ്പതും ഇരിക്കാനും കിടപ്പാനും എപ്പോഴും ഫണിരാജൻ സദാ അടുത്ത് അനന്തൻ, അണിയുന്നതൊക്കെ ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്നവ വനമാലാദി കൗസ്തുഭവും, വനമാല, മഞ്ഞപ്പട്ട്, കൗസ്തുഭമണി മുതലായവ അകമേ ഭജിപ്പതിന്, ഇതെല്ലാം ഏകാഗ്രതയ്ക്കായി ധ്യാനിക്കാനുള്ള രൂപമാണ്. നാരായണായ നമഃ, നാരായണന് നമസ്കാരം. ഇവിടെ കയ്യിൽ കോടി സൂര്യ തുല്യം പ്രകാശിക്കുന്ന സുദർശന ചക്രം, ഇരിക്കാനും കിടക്കാനും എപ്പോഴും അടുത്ത് അനന്തൻ, ദേഹത്തണിഞ്ഞിരിക്കുന്ന വനമാല, മഞ്ഞപ്പട്ട്, കൗസ്തുഭമണി മുതലായവ ഇതെല്ലാം ഏകാഗ്രതയ്ക്കായി ധ്യാനിക്കാനുള്ള രൂപമാണ്. നാരായണന് നമസ്കാരം. സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക്. സത്യസ്വരൂപം സ്വതേ ശുദ്ധവും മുക്തവും നിർഗുണവുമായ ബോധമാണ്. ഈ സത്യസ്വരൂപം ധ്യാന വിഷയമല്ല. ഏകാഗ്രത നേടി മനസ്സിനെ ഉപശമിപ്പിക്കുമ്പോൾ ഇത് സ്വയം പ്രത്യക്ഷമാകുന്ന വസ്തുവാണ്. ആരംഭകാലത്ത് മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തെ ആശ്രയിക്കാതെ പറ്റുകയില്ല. അതിനായിട്ടാണ് മേൽ വിവരിച്ച പ്രകാരം വിഷ്ണു രൂപം ഭാവന ചെയ്തിട്ടുള്ളത്. മറ്റു ദേവദേവീ രൂപങ്ങളുടെയും രഹസ്യം ഇതുതന്നെയാണെന്ന് അറിയേണ്ടതാണ്. സഗുണരൂപത്തിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സിന് അതും വെടിഞ്ഞ് സ്വയം വഴിമാറി ആത്മസത്യം പ്രകാശിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. യോഗവാസിഷ്ഠം പ്രഖ്യാപിക്കുന്നത് നോക്കുക. സാകാരം ഭജ താവത്വം യാവത് സത്വം പ്രസീദതി നിരാകാരേ പരേ തത്വേ തതസ്ഥിതിരനുത്തമ. മനസ്സ് സത്വഗുണപ്രകാശം കൊണ്ട് നിറയുന്നതുവരെ സാകാരധ്യാനം തുടരേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നിരാകാര വസ്തുവിൽ ഉറപ്പായ നിഷ്ഠ സ്വാഭാവികമായി വന്നു ചേരും. സാകാരധ്യാനം ശീലിക്കുന്നവർക്ക് ആ രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അതെങ്ങനെ? ഈ സംശയത്തിന് നിവാരണമാണ് 57-ാം പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ